ഡോക്ടറെ, ഈ സീഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ? കാവ്യ, ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. PCOD ഉണ്ട്, ഫൈബ്രോയിഡ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വയറുവേദന, ബ്ലീഡിങ് ഓവറായിട്ട് വരുന്ന, മൂക്കുരു, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സീഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് 2 തരത്തിലായിട്ട് സീഡ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം പീരീഡ്സിന് 2 ലെവലുണ്ട്. അതായത് സ്റ്റാർട്ടിങ് ഡേ തൊട്ടിട്ട് 14ാമത്തെ ദിവസം ഓവുലേഷൻ വരെയുള്ള ടൈമാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഈസ്ട്രോജൻ ആണ് കൂടുതലായിട്ട് ശരീരത്തിൽ വേണ്ടുന്നത്. അപ്പോൾ ഈസ്ട്രോജനെ ബാലൻസ് ചെയ്യാനും എക്സസൈസ് ഈസ്ട്രോജനെ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഫൈറ്റോ ഈസ്ട്രോജനും ലിഗ്നൻസ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത് ഉപയോഗിക്കും. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തൻ്റെ കുരു. ഇത് രണ്ട് നമ്മൾ ഓരോരോ സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ഫോം ആക്കിയിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ ഫസ്റ്റ് പീരീഡിൽ. രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്നത് 14ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് അടുത്ത പീരീഡ്സ് വരെ ഉണ്ടാകുന്ന സമയത്താണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് വേണ്ടുന്നത് കൂടുതൽ പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനാണ്, ഈ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനാണ് ഈ സീഡ് സൈക്കിൾ ഉപയോഗിക്കുന്നത്. ആ ലൂട്ടിയൽ ഫേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കറുത്ത എള്ള്, സെസമി സീഡ്സ്, അത് 1 സ്പൂണ്. അതേപോലെ ഉപയോഗിക്കുന്നതാണ് സൺഫ്ലവർ സീഡ്, സൂര്യകാന്തി വിത്തും. അതും ഓരോരോ സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ഫോം ആക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാം. എംപ്റ്റി സ്റ്റൊമക്കിലും കഴിക്കാതെ ഭക്ഷണത്തിനോട് ചേർത്തിട്ട് സൂപ്പായിട്ടോ ജ്യൂസിലോ ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. സൂര്യകാന്തി വിത്തിലും കറുത്ത എള്ളിലും ഒക്കെ വൈറ്റമിൻ ഇയും കാൽഷ്യം, അയണും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്രൊജസ്ട്രോണെ ബാലൻസ് ചെയ്യാനും ബാക്കിയുള്ള ഇമോഷണൽ ഡിസ്ട്രെസ്സും ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് ആ സമയത്ത്. അപ്പോൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ അത് സഹായിക്കും. പീരിയഡ്സിന് സമയത്ത് നമ്മൾ റെഗുലറായിട്ട് ആ ഒരു പ്രോട്ടോക്കോളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി അത് ഉപയോഗിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ട് കിട്ടും.